ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ 28 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു ഫോർട്ട് കൊച്ചിക്കാരൻ ബെന്നിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഡിസൈനാണ് അപകടമെന്ന് തിരിച്ചറിഞ്ഞ ഈ ബെന്നി ഇന്നും ഒരുപാട് പള്ളികൾക്കും വീടുകൾക്കൊക്കെ ഡിസൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കിടെക്റ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബെന്നിയുടെ വീട്ടിൽ പോയായിരുന്നു. ആദ്യമായിട്ടാണ് ബെന്നിയെ ഞാൻ നേരിട്ട് കാണുന്നത്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ബെന്നിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ബെന്നിയുടെ വൈഫിനെയും ബെന്നിയുടെ മകനെയൊക്കെ പരിചയപ്പെട്ടു. മകൻ്റെ പേര് ബെൻ, 6ാം ക്ലാസ്സുകാരനാണ്. അവന് കുഞ്ഞുനാളിൽ ആരോ ഒരു കുട്ടികളുടെ ബൈബിള് സമ്മാനം കൊടുത്തു, ചിത്രങ്ങളൊക്കെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവൻ നിരന്തരമായിട്ട് ഉപയോഗിച്ച് അത് കീറി തുടങ്ങി. അപ്പോൾ ബെന്നി പറഞ്ഞു, എടാ അത് മാറ്റാം, ഞാൻ പുതിയ ബൈബിൾ വാങ്ങിച്ചു തരാം. അപ്പോൾ അവൻ പറഞ്ഞത് മാറ്റാൻ പറ്റില്ല, അത് ഈശോയുടെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഏതെങ്കിലും ടേപ്പ് ഒട്ടിച്ചിട്ട് കാര്യമില്ല, മുറിവിലൊട്ടിക്കുന്ന പ്ലാസ്റ്റർ വേണം. അങ്ങനെ മുറിവിലൊട്ടിക്കുന്ന പ്ലാസ്റ്റർ വെച്ചിട്ട് ആ ബൈബിൾ പൊതിഞ്ഞു. അതെന്നെ കാണിച്ചു തന്നു. നിറയെ പ്ലാസ്റ്റർ ഒട്ടിച്ചൊരു ബൈബിൾ. സോറി, അങ്ങനെ പറയാൻ പാടില്ല. നിറയെ പ്ലാസ്റ്റർ ഒട്ടിച്ച ഈശോയുടെ ശരീരം. ഈ 6ാം ക്ലാസ്സുകാരൻ ഒരു ചലഞ്ചാണ്. കാരണം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന് ഈശോ കൊടുത്ത വെളിച്ചം ഇപ്പോഴും നമുക്ക് പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഗോസ്പൽ യഹൂദർ പറയുന്നു, ഞങ്ങളുടെ അപ്പന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് അപ്പം തന്നത്, പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പം തരുന്നത്. അവർ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, അപ്പം തന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈശോ പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആരാ? അത് പിതാവാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്പം താ. ഈശോ പറഞ്ഞു, ഞാൻ തന്നെയാണ് ജീവൻ്റെ അപ്പം. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൂടിയാണ്. രണ്ടും ചേരുന്നതാണ് കുർബാന എന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ ആൻഡ് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്.